സമൂഹ മാധ്യമങ്ങളിൽ റൊമാൻറ്റിക് ഹീറോ പരിവേഷമാണ് മലപ്പുറം തിരൂർ സ്വദേശിയായ മുഹമ്മദ് നിഷാലിനുള്ളത്. എന്നാൽ ഇയാളുടെ തനി സ്വഭാവം വേറെയാണ്. 25-കാരനായ മുഹമ്മദ് നിഷാലിനെ ബലാത്സംഗ കേസിൽ കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തെന്നാണ് കേസ്. ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ സമാന രീതിയിലുള്ള കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു. ഇൻസ്റ്റഗ്രാമിൽ റൊമാൻറ്റിക് ഹീറോ പരിവേഷം, നിരവധി ഫോളോവേഴ്സ്. എന്നാൽ മലപ്പുറം തിരൂർ സ്വദേശി മുഹമ്മദ് നിഷാലിന്റെ പ്രവൃത്തികൾ സമൂഹ മാധ്യമങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. റൊമാൻറ്റിക് വീഡിയോകൾ ചെയ്യുന്ന നിഷാൽ പതിയെ ചാറ്റ് ബോക്സിൽ ഇരകളെ തേടിയിറങ്ങും. പ്രവാസികളുടെ ഭാര്യമാർ, വിവാഹമോചനം കഴിഞ്ഞവർ എന്നിവരാണ് പ്രധാന ലക്ഷ്യം. ചാറ്റ് ബോക്സിൽ തുടങ്ങുന്ന സൗഹൃദം ദൃഢമാകുന്നതോടെ വീഡിയോ കോളിൽ വരാൻ ആവശ്യപ്പെടും. ഇതിന് തയ്യാറായില്ലെങ്കിൽ ഭീഷണിയും സെന്റിമെന്റ്സും എടുത്താണ് അടുത്ത അടവ്. ഇതിൽ വീഴുന്നവരെ നഗ്നരായി വീഡിയോ കോൾ ചെയ്യാൻ നിഷാൽ ആവശ്യപ്പെടും. പിന്നീട് ഈ വീഡിയോ കോളുകൾ റെക്കോർഡ് ചെയ്ത് തന്റെ ലാപ്ടോപ്പിൽ സൂക്ഷിക്കും. വീഡിയോ കോളിൽ കണ്ട സ്ത്രീകളെ നേരിട്ട് കാണുകയാണ് അടുത്ത പരിപാടി. ഇതിനായി ലാപ്ടോപ്പിൽ സൂക്ഷിച്ച സ്ക്രീൻ റെക്കോർഡുകൾ ഉപയോഗിച്ച് ഭീഷണി ഉയർത്തും. ഭീഷണിക്ക് വഴങ്ങിയെത്തുന്ന സ്ത്രീകളെ ബലാത്സംഗത്തിന് ഇരയാക്കുന്നതാണ് പ്രതിയുടെ രീതിയെന്ന് പോലീസ് പറയുന്നു. സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട യുവതിയെ ലൈംഗിക ആവശ്യത്തിനായി ഉപയോഗിച്ച് നഗ്ന വീഡിയോകളും ഫോട്ടോകളും എടുത്ത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിലാണ് കളമശ്ശേരി പോലീസ് നിഷാലിനെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കൊച്ചി. മുഹമ്മദ് നിഷാലിനെതിരെ ഇതുവരെ നിലവിലുള്ളത് 4 ബലാത്സംഗ കേസുകളാണ്. ഇതിൽ ഒരു പോക്സോ കേസും ഉൾപ്പെടുന്നുണ്ട്. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ പോക്സോ കേസും നിലമ്പൂർ, താമരശ്ശേരി, കളമശ്ശേരി സ്റ്റേഷനുകളിൽ ബലാത്സംഗ കേസുമാണ് നിലവിലുള്ളത്. പരാതി നൽകുന്നവരെ തിരിച്ചറിയാനാകും വിധം നിഷാലിന്റെ കുടുംബം പ്രവർത്തിക്കുന്നതായും ആരോപണമുണ്ട്. ന്യൂസ് 18 കൊച്ചി.